നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ ഗൈഡൻസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമും അതുപോലെ തന്നെ സ്കൂൾ കോച്ചിങ്ങും എങ്ങനെ രണ്ടും ഒരു വിധത്തിൽ മാനേജ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ പിന്നെയും എൻ്റെ അടുത്ത് പാരൻസ് ചോദിച്ചിരുന്നു, അതായത് ആഫ്റ്റർ 12th ടീച്ചറെ കരിയർ ഓപ്ഷനെ കുറിച്ചൊരു വീഡിയോ തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്, ഞാൻ ഓൾറെഡി കോൺസെൻട്രേഷൻ്റെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ കൂടിയും അവർക്ക് ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കരിയർ ഓപ്ഷന് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ ആ കോൺസെൻട്രേഷൻ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ, അതായത് ആഫ്റ്റർ 12th കരിയർ ഓപ്ഷൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തരാമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന വിധം. അപ്പം നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. 12th ഗ്രേഡ് കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിനും പാരൻസിനും ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇനി എന്ത് കോഴ്സ് എടുക്കണം? അതായത് എൻജിനീയറിംഗ് ആണോ, മെഡിസിൻ ആണോ, ഡിഗ്രി കോഴ്സ് ആണോ, പ്രൊഫഷണൽ കോഴ്സ് ആണോ? ചില സ്റ്റുഡൻസ് കൺഫ്യൂഷനിലായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചില പാരൻസ് ടെൻഷനിലും ആയിരിക്കും. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രൂത്ത് ഞാൻ പറയാം, സക്സസ് ഒരു കോഴ്സിന് മാത്രം നൽകുന്നില്ല. സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ്, സ്കില്ല്, ഹാർഡ് വർക്കാണ്. ഇവയെ ആശ്രയിച്ചാണ് ഈ 12th കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസ് ഓരോ അവരുടെ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. അതായത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പം സയൻസ് സ്റ്റുഡൻസിൻ്റെ കരിയർ ഓപ്ഷനിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത സ്റ്റുഡൻസിന് കരിയർ ഓപ്ഷൻ വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഡോക്ടർ, ഡെന്റിസ്റ്റ്, നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി ഇങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പ്യുവർ സയൻസ് ഫീൽഡിലാണെങ്കിൽ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BSc മാത്സ്, അതുപോലെ റിസർച്ച് കരിയേഴ്സ്, ഇങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ സയൻസ് സ്റ്റുഡൻസിന് ടെക്നോളജി, ഹെൽത്ത് കെയർ, റിസർച്ച് പോലെയുള്ള വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ സയൻസ് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ കരിയർ ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ, കോമേഴ്സ് സ്റ്റുഡൻസിന് ബിസിനസ് റിലേറ്റഡ് കരിയേഴ്സ് ആണ് കൂടുതൽ. എക്സാമ്പിൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CA, കമ്പനി സെക്രട്ടറി, CS, ബിസിനസ് മാനേജ്മെന്റ്, BBA, MBA, അതുപോലെ ബാങ്കിങ് സെക്ടർ, പിന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇങ്ങനെ കമേഴ്ഷ്യൽ ഫീൽഡിൽ ഫിനാൻസ്, ബിസിനസ് മാനേജ്മെന്റ് ഇവ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി 4ാമത്തെ പോയിന്റിൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന്റെ കരിയർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത സ്റ്റുഡൻസിന് വളരെ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് കേട്ടോ പറയുന്നത്. സിവിൽ സർവീസ്, അതായത് IAS, IPS, ലോ, ജേർണലിസം, സൈക്കോളജി, ടീച്ചിങ്, ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ്, സൊസൈറ്റി, പൊളിറ്റിക്സ്, ഹ്യൂമൻ ബിഹേവിയർ ഇവയെക്കുറിച്ച് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് നൽകും ഈ ഹ്യൂമാനിറ്റീസിന്റെ സബ്ജക്റ്റ് കേട്ടോ. പിന്നെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് സ്പെസിഫിക് കരിയറിലേക്ക് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന കോഴ്സാണ്. എക്സാമ്പിൾ എൻജിനീയറിങ്, മെഡിസിൻ, ലോ, ആർക്കിടെക്ചർ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇവയ്ക്കൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും ഉണ്ടാവും. ഇനി സ്റ്റുഡൻസ് ഡിസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം, അവരോട് തന്നെ ചോദിക്കണം. എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? എൻ്റെ സ്ട്രെങ്ത് എന്താണ്? ഫ്യൂച്ചറിൽ ഞാൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ ഡിസിഷൻ നിങ്ങളുടെ ഈസി ആയിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങളൊരു സ്റ്റുഡൻസ് ഡിസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതിന് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റുഡൻസ് അവരവരോട് തന്നെ ചോദിക്കണം കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻസ്. എനിക്ക് ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? എൻ്റെ സ്ട്രെങ്ത് എന്താണ്? ഫ്യൂച്ചറിൽ ഞാൻ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ ഡിസിഷൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി എനിക്ക് പറയാനുള്ള 7ാമത്തെ പോയിന്റ്, പാരൻസിനുള്ള അഡ്വൈസ്. പാരൻസിനോട് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് പറയാണ്.
പലപ്പോഴും പാരൻസ് ഈ കോഴ്സ് എടുത്താൽ ജോബ് കിട്ടുമെന്ന് കരുതിയിട്ട് കുട്ടികളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡിൽ സക്സസ് നേടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു പരമാർത്ഥമാണ്. അപ്പോൾ പാരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിൽഡ്രനിൻ്റെ ഇൻട്രസ്റ്റ് കേൾക്കുക, എന്നിട്ട് എൻകറേജ് ചെയ്യുക. അതായത് കമ്പയർ ചെയ്യരുത്, അത് മസ്റ്റാണ്. ഈ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഭാഗ്യമാണ്. അപ്പോൾ സ്റ്റുഡൻസിന് എന്താണ്, അത് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. അതുപോലെ തന്നെ ഈ 12th കഴിഞ്ഞിട്ട് കരിയർ തിരഞ്ഞെടുക്കുന്നത് ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. പക്ഷേ ഫിയർ കൊണ്ടല്ല നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ശരിയായ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. അത് ഈ ഡിസിഷൻ എടുക്കാൻ മൂന്ന് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കണം. ഇൻട്രസ്റ്റ്, താല്പര്യം, എബിലിറ്റി, കഴിവ്, കരിയർ ഗോൾസ്, നമ്മുടെ ഗോൾസ് എന്താണെന്ന്. ഇവ കൺസിഡർ ചെയ്ത സ്റ്റുഡൻസിന് ശരിയായ ഒരു പാത്ത് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരു ഏകദേശം പോയിന്റ്സിലെല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്തൊരു നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.